നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ആളെ കണ്ടോ? പുള്ളിക്കാരന്റെ സ്കിൽസ് കണ്ടിട്ട് സാക്ഷാൽ ഇലോൺ മസ്ക് വരെ വന്ന് പറഞ്ഞിരിക്കുകയാണ് ആള് വേറെ ലെവലാണ്. ഇദ്ദേഹത്തിന്റെ പേര് ഹജിമെ മിയൂറ എന്നാണ്. പുള്ളിക്കാരനാണ് നിലവിലെ വേൾഡ് യോയോ ചാമ്പ്യൻ. യോയോ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം. ഇതൊരു കളിപ്പാട്ടം പോലെയാണ്. അതായത് രണ്ട് ചക്രങ്ങൾ ഒരു ആക്സിലുമായി ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഈ ആക്സിലേക്ക് ഒരു ചരടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ചരടും ഈ ചക്രങ്ങളും ഒക്കെ അടങ്ങി ഈ കളിപ്പാട്ടം പോലെ ഇരിക്കുന്ന സാധനം കൊണ്ട് ഒരുപാട് സ്കിൽസുകളും ട്രിക്കുകളൊക്കെ കാണിക്കാൻ പറ്റും. ഇതിനെയാണ് യോയോ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ പലർക്കും ഇത് വെറും ഒരു കളിപ്പാട്ടം മാത്രമായിരിക്കും. പക്ഷേ ജപ്പാൻ പോലുള്ള പല സ്ഥലങ്ങളിലും ഇതിനെ കാണുന്നത് ഒരു ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ആർട്ട് ഫോം ആയിട്ടാണ്. അപ്പൊ നമ്മുടെ ഹജിമെ മിയൂറ 2014 മുതൽ 2023 വരെ അടുപ്പിച്ച് യോയോ 3A കാറ്റഗറിയിലെ വേൾഡ് ചാമ്പ്യൻ ആയിരുന്നു. ഈ യോയോ മത്സരത്തിൽ തന്നെ പല കാറ്റഗറികളുണ്ട്. അതിൽ 3A കാറ്റഗറി എന്ന് പറയുന്നത് രണ്ട് യോയോ ഒരുമിച്ച് ഉപയോഗിച്ച് സ്കിൽസും ട്രിക്സും കാണിക്കുന്ന കാറ്റഗറിയാണ്. 2023 വരെ അടുപ്പിച്ച് വേൾഡ് ചാമ്പ്യൻ ആയിരുന്ന ഹജിമയ്ക്ക് പക്ഷെ 2024 ടൈറ്റിൽ നഷ്ടമായി. ഇതിന് കാരണമായത് പുള്ളിക്കാരന്റെ രണ്ട് യോയോകളും തമ്മിൽ കുരുങ്ങുകയായിരുന്നു. പക്ഷേ വീണ്ടും 2025 പുള്ളിക്കാരൻ ആ ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ഈ ചാമ്പ്യൻഷിപ്പിലെ ആളുടെ പെർഫോമൻസ് കണ്ടിട്ടാണ് സാക്ഷാൽ ഇലോൺ മസ്ക് വരെ പറഞ്ഞത് ഹജിമെ എന്ന് പറയുന്നത് വേറെ ലെവലാണ് എന്നുള്ളത്. നമ്മളിൽ പലരും പണ്ട് ഈ യോയോ എന്ന് പറയുന്ന സാധനം പൂരപ്പറമ്പിൽ വെച്ചും പള്ളിപ്പെരുന്നാളിന്റെ ഇടയ്ക്കൊക്കെ വെച്ചിട്ട് വാങ്ങിയിട്ടുണ്ടാവണം. പക്ഷെ ഇത് ലോകത്തിൽ തന്നെ ഒരുപാട് ആരാധകരുള്ള ഒരു സ്പോർട്സ് ആണെന്നുള്ള കാര്യം പലർക്കും അറിയില്ല.